ഈ ജന്മം മുഴുവൻ ദുസ്വപ്നങ്ങളും ഭയവും അസ്വസ്ഥതയും തന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. കംസജാതകമാണോ തൻ്റേത്? കംസനെ രക്തബന്ധത്തിൽ പിറന്ന കൃഷ്ണൻ കൊന്നതുപോലെ തനിക്കും ദുർമരണമാകും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല തിരുമേനി. ലക്ഷ്മീപുരം കൊട്ടാരത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കും. ആ സന്തതിക്ക് 4 വയസ്സാകുമ്പോഴേക്കും തൻ്റെ മരണവും സംഭവിച്ചിരിക്കും. ഈ 20-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ തിരുമേനി? കഴിയണം. ഈശ്വരനിലും പരലോക ജീവിതത്തിലും ആത്മാവിലും വിശ്വാസമുണ്ടെങ്കിൽ ഇതും വിശ്വസിച്ചേ പറ്റൂ. മേപ്പാടൻ തിരുമേനിയോട് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ആ കുഞ്ഞ് ജനിക്കുമ്പോഴേ തനിക്ക് ബോധ്യമാകും. കാരണം എന്നു കൊട്ടാരത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് പിറക്കുന്നു, അതേ നിമിഷം തന്നെ തൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് വൈകല്യവും സംഭവിച്ചിരിക്കും. ഓം ഹ്രീം ഗം ഭദ്രാന് അഭിവാദായ നാരായണോ രാമോയ ഗം ഹ്രീം ഓം സ്വാഹ. ഓം ഹ്രീം ഗം മരുദാമോജസേ നാരായണ രാമോയ സ്വാഹ. ഓം ഹ്രീം ഗം സ്വാഹ. അയ്യോ, ഇവിടെ മുഴുവൻ പ്രേതങ്ങളാണ്. ഇത് കൊട്ടാരമല്ല, പ്രേതാലയമാണ്. മോളിന്ന് നേരത്തെ ഉറങ്ങി. കുഞ്ഞിനെ കിടത്തട്ടെ സാർ? കിടത്തിക്കോളൂ. ഞാൻ പോട്ടെ സാർ. ഗുഡ് നൈറ്റ്. ഇന്ദു, എന്താ സാർ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം സാർ? അത് ഒന്നുമില്ല, നീ പോയിക്കോ. അശ്വതി, നീ പോയ പിന്നെ ഞാൻ ഇന്നേ വരെ മറ്റൊരു പെണ്ണിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോ നമ്മുടെ അമ്മൂട്ടി വളർന്നു വരിക. ഇനി അവൾക്കൊരു അമ്മയുടെ ലാളനയും വാത്സല്യമൊക്കെ വേണ്ടേ? ഇന്ദു അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന. ഇന്ദു നല്ല കുട്ടിയല്ലേ? നമ്മുടെ മോക്ക് ഇന്ദുവിനെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കും അവളെ ഇഷ്ടമാണ്. നിനക്കോ? പാട്ട് നന്നായിരുന്നു. ഈ രാത്രി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് പേടിയില്ലേ? സാറിന്റെ കൊട്ടാരത്തിൽ ഞാൻ ആരെ പേടിക്കാൻ? ആരെയോ കാത്തിരിക്കുന്നു എന്ന് പാട്ട് കേട്ടപ്പോൾ തോന്നി. പ്രതീക്ഷയാളിനും വന്നില്ലേ? വരും, ഉടനെ വരും. ഉറപ്പാണോ? ഉറപ്പ്. ആ കാത്തിരിക്കുന്ന ആളുടെ പേരൊന്ന് പറയാം. അത് പിന്നെ പറയാം. നൈറ്റ് ഡ്യൂട്ടി അയക്ക. പോയി കിടന്നോളൂ. തുടക്കമാണ്, പ്രണയത്തിന്റെ തുടക്കം. മനസ്സിലായോ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ വിടർന്ന സൈക്കോതൊറാപ്പികളും കാണുമ്പോൾ
ആർക്കാ അനുരാഗം തോന്നാത്തത്? എനിക്ക് തോന്നുന്നു അനുരാഗം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അനുരാഗം? ചന്ദനമുഖിലേ ചന്ദനമുഖിലേ കണ്ണന നീ കണ്ടോ? ആ കോയൽ വിളി നീ കേട്ടോ? ഞാനൊരു പാവം സൈക്കാട്രിസ്റ്റ് അല്ലേ, മോഹിച്ചു പോയില്ലേ? ആ മഹേന്ദ്രൻ എത്തിയോ? എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി. രാജലക്ഷ്മി വന്നില്ലേ? ഇല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് അവൾക്ക് ലീവ് കിട്ടിയില്ല. പിന്നെ കാവിലൊരു സർപ്പംപാട്ട് നടത്താനുള്ള ഏർപ്പാടുണ്ടാക്കണം. കുറെ ദിവസമായി എടുത്തി, മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. അല്ലെങ്കിൽ തന്നെ കുടുംബത്തിന്റെ സ്വസ്ഥ മുഴുവൻ പോയിരിക്കല്ലേ. ഒരു ഭാഗത്ത് ചേച്ചി ജീവിച്ചവൻ പോലെ കിടക്കുന്നു. ഇപ്പതാ ഏട്ടനും അനിയനും തലയ്ക്ക് വട്ടം പിടിച്ചു. ആദ്യം ഈ നാശം പിടിച്ച കൊട്ടാരോ അന്തപ്പുരോ ഒക്കെ ഇടിച്ച് പൊളിച്ച് കുളം തോണ്ടണം, എങ്കിലേ മനസമാധാനം കിട്ടൂ. ആ എല്ലാറ്റിനും ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ചേച്ചി ഒന്ന് കാണും. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ അസുഖം ഞാൻ ചികിത്സിപ്പിച്ച് ഭേദമാക്കും. ഇവരെന്നെ കൊണ്ടേ പോകത്തുള്ളൂ. കണ്ടോ, ഡോക്ടറെ കണ്ടപ്പോ ചിരി ഒന്നുകൂടെ കൂടി. അത് പിന്നെ ഈ ഡോക്ടറെ കണ്ട ആർക്കാ ചിരി വരാത്തത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഈ കൊട്ടാരത്തിൽ ഒരു പ്രാന്തനെ കൂടി സൃഷ്ടിക്കാൻ ഞാൻ മടിക്കില്ല. നിങ്ങളുടെ ഭാര്യയെ വേറൊരുത്തർ അടിച്ചോണ്ട് പോയെന്ന് സങ്കല്പിച്ചു. നിങ്ങളോടല്ല, സങ്കല്പിച്ചു. കൂൾ ഡൗൺ. എന്നിട്ട് ആ ടെൻഷൻ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യൂ. കരയൂ. ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമായി പോയി. നമ്മളാണ് ഭാര്യ അല്ലേ? അതെ, തമ്പുരാക്കന്മാരെ ചികിത്സിച്ച് ഞാനും മെന്റലായി പോകുമെന്നൊരു സംശയം. ഇങ്ങനുണ്ടൊരു ഭ്രാന്ത്. സുന്ദരേശ, മഹേന്ദ്രൻ, നീ എന്താ ഇവിടെ? അത് കൊള്ളാം. എടാ, ഇത് എന്റെ തറവാടല്ലേ? അല്ല, നീ ഇപ്പൊ ഡോക്ടറാ? വെറും ഡോക്ടറല്ല, സൈക്കാട്രിസ്റ്റ്. എന്റെ ദൈവമേ, പ്രീ ഡിഗ്രിക്ക് സബ്ജക്ട് കിട്ടിയുമില്ല, ലാംഗ്വേജ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് നടന്നിരുന്ന നീ എങ്ങനെയാടാ ഡോക്ടറായത്? കൊള്ളാം. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? മാന്ത്രിക് താന്ത്രിക് ടച്ചുള്ള സൈക്കോതെറാപ്പി ലോകത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ഞാനാണ്. മാന്ത്രിക് സൈക്കോളജിക്കൽ സയൻസിൽ റിസർച്ച് ചെയ്യുന്നതിനിടയിലാണ് ഈ കൊട്ടാരം വൈദ്യന്റെ വേഷം എനിക്ക് കെട്ടേണ്ടി വന്നത്. പക്ഷെ ഇവരെന്റെ ചാറ് പിഴിഞ്ഞളിയാ. വിടില്ല ഞാൻ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. വല്യേട്ടാ, എന്താ വല്യേട്ടാ ഇത്? അനിയൻ കുഞ്ഞെ, നിനക്ക് എന്താടാ പറ്റിയത്? ട്രീറ്റ്മെന്റ് ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കരഞ്ഞവൻ ചിരിക്കുന്നു, ചിരിച്ചവൻ കരയുന്നു. ഇതാണോ നീ കണ്ടെത്തിയ ലക്ഷ്യം? നമുക്ക് ഇവരെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ സുന്ദരേശ. വല്യേട്ടാ, അനിയൻ കുഞ്ഞെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവർ ആശുപത്രിയിലേക്ക് വരില്ല. അതുകൊണ്ടല്ലേ ഞാനിവിടെ താമസിച്ച് ചികിത്സിക്കുന്നത്. നിന്നോട് എനിക്ക് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ പറയാനുണ്ട്. നീ വന്നേ. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് നീ എടുക്കും. രണ്ടുപേർക്ക് ഭ്രാന്ത് പിടിച്ചതല്ലേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. എന്തോ ലക്ഷ്യം സാധിക്കാൻ വന്ന ഒരു ആത്മാവ്, ഒരു ഈവിൾ സ്പിരിറ്റ്, ഒരു പരട്ട പ്രേതം ഈ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി, ഇറ്റ് ഈസ് ട്രൂത്ത്. ഈ പൂവിന്റെ പേരെന്താ? ഇതാണ് ചെമ്പകപ്പൂ. അച്ഛൻ വരുമ്പോ ഈ പൂക്കളോണ്ടൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാം.
ഏയ് മണ്ണ സൂപ്പറല്ലേ എവിടെ പോവാ അല്പം ധൃതിയില്ല അരേമിക്കെന്ന് അല്ല അമേരിക്കൻ കുവൈറ്റിൽ മോളെ അമ്മ വന്നിട്ടുണ്ട്. ആഹാ വന്നോ? എന്നിട്ട് എവിടെ? വട്ടന്മാരുടെ അല്ല വട്ടുപിടിച്ച അമ്മ അമ്മയുടെ മുറിയിലുണ്ട്. ഞാൻ പൊയ്ക്കട്ടെ.